Dear friends, ഈഥെയിനിൽ ദർ ഇസ് എ കാർബൺ സിംഗിൾ ബോണ്ട്. ഇവിടെ ഈ ഓരോ ബോണ്ടിലും ഈ ആറ്റംസിന് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഈ റൊട്ടേഷൻസ് ഒന്നും മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിലോ ജോമെട്രിയിലോ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. എന്നാൽ ഈ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ കൊണ്ട് ഈ മോളിക്യൂളിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റീരിയോ അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾ. അതിൽ ചില കോൺഫിഗറേഷൻസ് സ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കോൺഫിഗറേഷൻസിനെയാണ് നമ്മൾ കൺഫർമേഷൻസ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. കാർബൺ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ ഇതങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷനാണ് പറയുന്നത്. ഈ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് സിസ് ട്രാൻസ് ഐസോമേഴ്സ്. ഇത് ട്രാൻസ് ഐസോമറും സെയിം സൈഡിലാണ് വരുന്നതെങ്കിൽ അത് സിസ് ഐസോമറും. ഇനി രണ്ട് ബെൻസിൻ റിങ്ങുകളെ ജോയിൻ ചെയ്യുന്ന ഒരു കാർബൺ സിംഗിൾ ബോണ്ടിനെ കൺസിഡർ ചെയ്യാം. ഇവിടെയും നമുക്ക് സി സിംഗിൾ ബോണ്ട് റൊട്ടേഷൻ പോസിബിളാണ്. ഈ റൊട്ടേഷൻ കൊണ്ട് അതിന് ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് വരും. ബൈഫിനൈൽസിൽ ചില സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഈ കാർബൺ ഫ്രീ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ബൈഫിനൈൽസ് കിട്ടും. അതിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോ കാണുക.